ലോകം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള സൂചനകളാണ് നമുക്ക് വാഷിങ്ടൺ DC-യിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഇന്ന് നമ്മൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു യുദ്ധസാമഗ്രികളുടെ നീക്കുപോക്കുകളും യുദ്ധവിമാനങ്ങളുടെ ഡിപ്ലോയ്മെന്റും അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക ഈ അടുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനെ ആക്രമിക്കുമെന്നാണ് നമുക്കറിയുന്ന വിവരങ്ങൾ. ട്രംപ് ഇറാന് വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. അത് അവരോട് ന്യൂക്ലിയർ നെഗോഷിയേഷൻ ടേബിൾ മേലേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇന്ത്യയുടെ തെക്കേ കോർണറിന് താഴെയായിട്ട് ഒരു ഡിയാഗോ ഗാർസിയ എന്ന ഒരു മിലിറ്ററി ബേസ് ഉണ്ട് അമേരിക്കയുടെ. അത് UK-യുടെ ആയിരുന്നു, ബ്രിട്ടന്റെ ആയിരുന്നു. ഇപ്പൊ അമേരിക്കയുടെ അണ്ടറിലാണ് ഡിയാഗോ ഗാർസിയ എന്ന മിലിറ്ററി ബേസ് പ്രവർത്തിക്കുന്നത്. അവിടെ 7 B-52 ബോംബർ ഡിപ്ലോയ് ആയിരിക്കുന്നു. ഈ B-52 ബോംബറിന് ബാക്കപ്പ് ആയിട്ട് KC-135 സ്ട്രാറ്റോസ്ഫിയർ എന്ന ഫ്യൂവൽ ടാങ്കർ, ആകാശത്തിൽ വെച്ച് തന്നെ ഫ്യൂവൽ റീഫിൽ ചെയ്യാവുന്ന ടാങ്കർ കാനഡയുടെ മേലെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ പസഫിക് സമുദ്രത്തിന്റെ മേലെ അനേകം KC-135 സ്ട്രാറ്റോസ്ഫിയർ. ഈ B-52 നമുക്കറിയാം, ഇങ്ങനെ പരുന്ത് പോലെ പരന്നു നിൽക്കുന്ന സ്റ്റെൽത്ത് കേപ്പബിലിറ്റി, അതിനെ റഡാറുകളിൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കഴിവുകളുള്ള സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള B-52 ബോംബേഴ്സ്. അതിന് വളരെയധികം ദൂരം യാത്ര ചെയ്യാൻ പറ്റും. വളരെ ടണ്ണ് കണക്കിന് ബോംബ് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇതുകൾ നടക്കുന്നു. ഒപ്പം തന്നെ വാഷിങ്ടൺ DC-യിൽ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം ഒഫൂട്ട് എയർഫോഴ്സ് ബേസ് നെബ്രാസ്ക, അത് ഡൂംസ്ഡേ പ്ലെയിൻ എന്ന് പറയും. അമേരിക്കയിൽ അങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കാറുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റായ മിഥുൻ തോമസിൽ നിന്ന് നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം എന്ന് നമുക്ക് കേട്ടുനോക്കാം. ഈ യുദ്ധം അനിവാര്യമായിരിക്കണം അമേരിക്ക. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് അമേരിക്ക ശക്തമായിട്ടുള്ള പ്രഷറുണ്ട്. കാരണം ഇസ്രായേലിന് ഈ പറഞ്ഞ ഇറാൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തിനെ തീർത്തിരിക്കുകയാണ്. ഇനി എന്ത് കാരണവശാലും ഇറാനെ തീർക്കാതെ നെതന്യാഹു പിന്മാറില്ല. ലോട്ട് ഓഫ് പ്രഷർ. അപ്പോൾ അതുകൊണ്ട് സമയം അനിവാര്യമായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും തങ്ങൾ പറഞ്ഞ ഡിയാഗോ ഗാർസിയ എന്നുള്ള B-2 ബോംബറുകളും പിന്നെ ഇസ്രായേലിനുള്ള F-35 ആയിരിക്കും ഇതിന് മോസ്റ്റ് പ്രോബബ്ലി ഈ ആക്രമണം മുന്നോട്ട് നയിക്കുക. സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്ക പേടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ മിസൈൽ സിസ്റ്റത്തെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും പറയാം, അവരുടെ മിസൈൽ സിസ്റ്റം അതിഗംഭീരമാണ്. കാരണം അവർ ഡിസ്പ്ലേ കഴിഞ്ഞ ദിവസം കാണിച്ചിരിക്കുകയാണ്. ഏകദേശം 50,000-5,000 അവരുടെ മിസൈൽസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇമ്മെന്റ് വാർ ഈസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കുകയാണ്. കാരണം മിസൂറിയിലെ വൈറ്റ്മാൻ എയർബേസിൽ നിന്നുള്ള B-2 ബോംബറുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം 30-40 മണിക്കൂർ യാത്ര ചെയ്താണ് B-2 പോയിരിക്കുന്നത്. നിസ്സാരമല്ല. കാരണം ഒരു മണിക്കൂർ B-2 ഫ്ലൈ ചെയ്താൽ 155 മണിക്കൂർ ഗ്രൗണ്ട് ടൈം വേണം, മെയിൻ്റനൻസ്. ഇത്രയും ചിലവേറിയ B-2 ഏകദേശം $2 ബില്യൺ ഒരു B-2 ഇതോടെ ചെല്ലുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത് വെറും ഡിസ്പ്ലേ അല്ല. ഡിസ്പ്ലേ കാണിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് 1-2 B-2 ഇട്ടാൽ മതി. ഇത് 7 B-2 ഡിയാഗോ ഗാർസിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് നിമിഷം ആരംഭിക്കും. ഇത് പറയുന്നത് B-2ൻ്റെ കപ്പാസിറ്റി 6,000 മൈലാണ്. 6,000 മൈൽ വിത്തൗട്ട് റീഫ്യൂലിംഗ് പോകാൻ സാധിക്കും. അപ്പോൾ ഏകദേശം 1,800-1,200 മൈലങ്ങാണ്ടേ ഉള്ളൂ ഈ പറയുന്ന ഇറാനിലേക്ക് ചെന്ന് അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരിക. അപ്പോൾ അമേരിക്ക പേടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏകദേശം 50,000 പട്ടാളക്കാർ ഇവിടെയുണ്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ബേസ് ഉണ്ട്. ഇതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് സുലൈമാനിനെ ഇറാഖിൽ തകർത്ത് കളഞ്ഞപ്പോൾ അമേരിക്കയുടെ ഏകദേശം 110ഓളം പട്ടാളക്കാർക്കെതിരെ ഇറാന്റെ മിസൈൽ സ്റ്റോപ്പ് ഇൻകപ്പാസിറ്റേഷനായി ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇതാണ് അമേരിക്കനെ പിന്നോട്ട് വലിക്കുന്ന ഒരു നീക്കം. ഇവരെ സേഫ് ആക്കാനാണ് അമേരിക്ക ഇതുവരെ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സാധ്യതയുണ്ട് ഇറാൻ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഈ F-35 കൊണ്ടും ഇവർ തകർക്കാനുള്ള പരിപാടിയാണ് ഈ പറയുന്ന അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽസ് ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഇതുവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാട്രിയോട്ട് സിസ്റ്റത്തിൻ്റെ എല്ലാവിധ തകരാറും അവർ മാറ്റി കഴിഞ്ഞിരിക്കും. കാരണം നമ്മുടെ ഈ റഷ്യ ഉക്രൈൻ വാറിൽ ഈ പേട്രിയോട്ടിൻ്റെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇവർ കണ്ടുപിടിച്ചു. കാരണം പേട്രിയോട്ടിനെ ഡമ്മി വെച്ച് എന്ന് പറയുന്ന ഇറാനല്ല റഷ്യ ആക്രമിച്ചു. ഒരു മിസൈൽ മാത്രം ഫോക്കസ് ചെയ്യും പേട്രിയോട്ടിന്. ഏതാണ്ട് 5-6 പേരോട് തകർന്നു കളഞ്ഞവർ. ഡമ്മി മാത്രം വിട്ട് അങ്ങനെ അതൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംഭവിക്കാൻ എന്ന് പറയുന്നത് പേട്രിയോട്ട് വെച്ച് ഇറാൻ്റെ
ഈ ഷഹീദ് എന്ന് പറഞ്ഞ അവരുടെ മിസൈൽസ് ന്യൂട്രലൈസ് ചെയ്തിട്ട് F-35B2 കൊണ്ട് ഇറാൻ്റെ ഈ പറയുന്ന ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് കേന്ദ്രങ്ങൾ തകർത്ത് അവസാനിപ്പിക്കാൻ തന്നെയാണ്. ബോംബ് തകർക്കാൻ തന്നെയാണ് പ്ലാൻ. ഇൻ കേസ് ഇറാൻ റിട്ടാലിയേഷൻ വന്നു കഴിഞ്ഞാൽ വിത്ത് പേറ്റോട് വിട്ട് തകർക്കുന്നതായിരിക്കും. ഇത് ഇമ്മൻ്റ് ആണ്. കാരണം ഇസ്രായേലിന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമാണ് വിത്തൗട്ട് ഇത്. ഇസ്രായേലിനറിയാം ഇത് ട്രംപ് ഉണ്ട്, ഇതാണ് ബെസ്റ്റ് ഒരു ചാൻസ്. ഇപ്രാവശ്യം വിട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്ന ഇത് കമ്മ്യൂണിയുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കാനുള്ള പോക്ക് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത് ഇസ്രായേലിലെ ആക്രമണങ്ങൾ ഹൂത്തികളുടെ മേലും ഹെസ്ബുള്ളയുടെ മേലും ഹമാസിന്റെ മേലുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ഖമേനിയെ കാണാനില്ലായിരുന്നു, ദൃശ്യത്തിലില്ലായിരുന്നു. അദ്ദേഹം അതിനുശേഷം ഇപ്പോ ഈ അടുത്ത് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നിട്ട് വീണ്ടും അമേരിക്കക്കെതിരെ പ്രസ്താവനകളുമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഒപ്പം ഇതിൽ കാണേണ്ടത് യുക്രൈൻ യുദ്ധം വെടിനിർത്തലിലേക്ക് പോകുന്നു. അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തില് പുടിന്റെ നിലപാട്, കാരണം എന്നും നമുക്കറിയാം മുൻകാലങ്ങളിൽ ശീത യുദ്ധകാലത്ത് ഇന്ത്യ, ഇറാൻ, റഷ്യ, സോവിയറ്റ് യൂണിയൻ ഒരു ഇതിലായിരുന്നു. എന്നാൽ ഇന്ത്യ അതിൽ നിന്ന് ചേരിചേരാ നയങ്ങളിൽ മാറിയാലും ഇറാനും റഷ്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു. എന്തായിരിക്കും പുടിന്റെ നിലപാട്? പുടിൻ ഇതിൽ ഇടപെടുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കി കാണുന്ന മറ്റൊരു വിഷയം. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ F-16 കൊണ്ട് ഇറാൻ നേരത്തെ അടിച്ചു, ഇറാനെല്ലാം ഇസ്രായേൽ അടിച്ചിരുന്നു കൂടെ. അതിൽ പോയി ഏകദേശം കഴിഞ്ഞതാണ്. കാരണം അടിച്ചു ഓർമ്മയിലേക്ക് കഴിഞ്ഞ 2 മാസം ഉണ്ട്. F-16 വന്ന് അടിച്ചപ്പോഴേ തീർന്നു പോയതാണ് ഈ പറഞ്ഞ ഇറാൻ്റെ എല്ലാ സംഭവങ്ങളും. ഇനി F-35B2 കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ പൊടി പോലും ഉണ്ടാവില്ല. ഈ പറഞ്ഞ സേവ് ഗാസയ്ക്ക് പറഞ്ഞ് സേവ് ഇറാൻ എന്ന് പറയാം. പൊതിച്ചോറയുടെ കുറേ പേർക്കടെ പോകാൻ സാധിക്കും. താങ്കളുടെ ചോദ്യം എന്ന് പറയുന്നത് ഇനി പുടിൻ്റെ നിലപാട് എന്തായിരിക്കും? പുടിൻ തീർച്ചയായിട്ടും ബാക്ക് ഫുട്ടിലാണ്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടുത്തെ ഈ പറഞ്ഞ ഉക്രൈൻ വാറിൽ പുടിൻ്റെ ഈ പറഞ്ഞ ആയുധശേഷിയൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പുടിൻ എത്രയും പെട്ടെന്ന് വാർ തീർത്തേ മതിയാവും. കാരണം ആസ് നേഷൻ റഷ്യ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, റൂബിൾ താഴേക്ക് പോകുന്നു, അവരുടെ GDP താഴേക്ക് പോകുന്നു, അവരുടെ ആയുധശേഖരം താഴേക്ക് പോകും. അവർക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അങ്ങനെ നോക്കുക, അവർക്ക് അവരുടെ ഈ ഉക്രൈൻ വാറിന് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, എന്റെ ചോദ്യം എന്ന് പറയുന്നത് പുടിനും ട്രംപുമായിട്ട് ഒരു ധാരണയിലെത്താതെ, കാരണം ഈ യുദ്ധം കൈവിട്ട് പോയി കഴിഞ്ഞാല് നമുക്കറിയാം ഇന്ന് ട്രംപിന് യുക്രൈൻ യുദ്ധത്തോട് ഇതില്ല. പക്ഷെ ക്രീമിയയുടെ മേലെ യുകെയുടെ യൂറോ ഫൈറ്റർ ടൈഫൂൺ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. തന്നെയല്ല, നമ്മൾ വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും യുക്രൈനിൽ വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും അവിടെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ്, സെലൻസ്കി മിനറൽ ഡീലിന് വേണ്ടി ആളെ വാഷിംഗ്ടൺ DC അയക്കുന്നു. ഒപ്പം അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ പുടിനും ട്രംപായിട്ടുള്ള ബന്ധമുണ്ടായി, വ്യക്തിബന്ധം ഉണ്ടായിരിക്കാം. പക്ഷെ ഇറാൻ ആക്രമിക്കുന്ന സമയം പുടിൻ അനങ്ങാതിരിക്കുമോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന ഈ മറ്റേ റഷ്യൻ താങ്കൾ പറഞ്ഞില്ല, ഈ പറയുന്ന നേറ്റോയുടെ മറ്റ് സഖ്യകക്ഷികൾ അവിടെ പ്രഷർ ചെയ്യുന്നത്. കാരണം പുടിനെ അനങ്ങാൻ സമ്മതിക്കില്ല. താങ്കൾ എന്താ പറയുന്നത്? കാരണം പുടിനെ ഇവിടെ വരിഞ്ഞു കെട്ടി നിർത്തിയിരിക്കുകയാണ്. പുടിനെ ആരും ഒന്ന് ഹെൽപ്പ് ചെയ്യും? ഈ പറഞ്ഞ ഷഹീദ് മിസൈൽ കൊണ്ട് വിജയിക്കാൻ താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കൂട്ടം മിസൈൽ കൊണ്ട് യുദ്ധം ജയിക്കാൻ സാധിക്കും? അല്ല, ഇറാന് മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് മിനിറ്റുകളുള്ള ഒരു വർക്ക് മാത്രമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ട്രംപ് അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സ്ട്രാറ്റജിക് പൊസിഷനിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവര് DC, കാരണം യുദ്ധം വരുമ്പോഴാണ്. നെബ്രാസ്ക എന്ന് പറഞ്ഞാൽ DC-യിൽ നിന്നും ഒരു 2000-3000 മൈല്, ഏകദേശം ഒരു 5000 കിലോമീറ്റർ ഇപ്പുറയാണ് ഒഫൂട്ട് എയർഫോഴ്സ് ബേസ്. അവിടേക്ക് പ്രസിഡന്റ് മാറ്റും എന്നാണ് മരുന്ന്. കാരണം താങ്കൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഒരു പ്രേക്ഷകർ ചിന്തിക്കുമായിരിക്കും, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇറാന്റെ വാറിൽ എന്തിന് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെ മാറ്റുന്നത്? കാരണം സത്യം പറഞ്ഞാൽ ഇതൊരു പേഴ്സണൽ വാറാണ് ആർക്ക്? ട്രംപിന്. കാരണം ട്രംപ് ഈ സുലൈമാനിനെ എലിമിനേറ്റ് ചെയ്തപ്പോൾ ഇറാന് ഒരു ഗ്രഡ്ജ് ഉണ്ട് ആർക്കെതിരെ, നമ്മുടെ ട്രംപിനെതിരെ പേഴ്സണൽ ഒരു എഡ്ജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഈ പറയുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം 4 വർഷം കോൺസ്റ്റന്റ്ലി ട്രംപിന് ത്രെട്ട് ഉണ്ടായിരുന്നു. ട്രംപിന്റെ ക്യാമ്പയിനിങ് സമയത്ത് പോലും ട്രംപ് 1 ഉള്ള എയർക്രാഫ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന ലോ ഓഫ് മിസൈൽസ് ഈ പറയുന്ന അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഈ അമേരിക്ക ഇതുവരെ പിടിയിട്ടില്ല. 50,000 പട്ടാൾക്കാരുണ്ട്. ഇവർ 90% ഇവരൊരു പക്ഷേ ഈ പറഞ്ഞ ബേസ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ പോലും അമേരിക്കയുടെ അകത്ത് എന്ത് ചെയ്യുമെന്ന് അമേരിക്ക ഇതുവരെ പിടിയിട്ടില്ല. കാരണം ഒരു ഡീപ്പ് അസറ്റ്സ് ഇവിടെ ഉണ്ട് ഇറാന്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഇവർ മാറ്റാനുള്ള ശ്രമം. നിങ്ങൾ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിലുള്ള 19 ബേസുകൾ, അമേരിക്കയുടെ 19 മിലിറ്ററി ബേസുകളാണ് ഇതിന് ഇറാന്റെ ചുറ്റുവട്ടത്തും റീച്ച് ആയിട്ടുള്ളത്. പക്ഷെ അവിടേക്കുള്ള ഒരു ആക്രമണത്തിനുള്ള ശക്തി ഇറാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ മുൻകൂട്ടി തന്നെ ഇതിന്റെ കേപ്പബിലിറ്റീസ് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഇത് എത്ര ഭീകരത, കാരണം മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച്, ഇപ്പോഴത്തെ മൂവ്മെന്റ്സ് അനുസരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആക്രമണം സംഭവിക്കാമെന്നാണ്.
ഇറാന് തെറ്റിദ്ധാരണയാണ്. ഇറാന് ഈ പറയുന്ന 19 വയസ്സുള്ള ആക്രമിക്കുന്ന കഴിവൊന്നും ഉണ്ട്. അവർ പുറത്തിറങ്ങിയിട്ടില്ല. കാരണം അവർ ഈ പറയുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ ആക്രമണത്തിൽ ഇവരുടെ മിസൈലുകൾക്കൊന്നും കാര്യമായിട്ട് നാശം സംഭവിച്ചില്ല. കാരണം എന്തെല്ലാം ബങ്കർ ബെസ്റ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തെടുക്കും. ഈ 19 ബേസുകളും ഇവരുടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഇന്ന വേർഡ് അവർ പറയില്ല, ഒരു അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഈ 19 അമേരിക്കൻ ബേസുകളും അമേരിക്കൻ പട്ടാളക്കാരുടെ ലൈഫ് ഇൻ ഡേഞ്ചറിലാണ്. പക്ഷേ അടിച്ചിരിക്കുന്ന ഉറപ്പാണ്. ഈ അമേരിക്കയുടെ പ്രതീക്ഷ മുഴുവൻ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തിലാണ്. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.